നീലി, എന്താ എന്തുപറ്റി? നീ വീണ്ടും എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇത് കണ്ടോ, നിറയെ രക്തം. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ടീന ഇവിടെ ഉണ്ട്, അവള് ചെയ്തതാ. നീലി, ദേ അത് നോക്ക്. വേണ്ട നീലി, തുറക്കണ്ട. നീ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. ആരേത് ചെയ്തെന്നറിയണല്ലോ. എന്താ സർ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സത്യത്തിൽ കാണേണ്ടത് എനിക്ക് നിങ്ങളെ ആയിരുന്നില്ല. പക്ഷേ മീന കുര്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ ക്രിസ്റ്റി എന്ന ക്രിസ്റ്റഫർ ഫ്രാൻസിസിന്റെ ചില ഇൻലീഗൽ കണക്ഷൻസ്, അതാണ് നിങ്ങളെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്സിസ് എലിസബത്ത് കുര്യനുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അതിനേക്കാൾ അപ്പുറം ഒരു അവിഹിതത്തിന്റെ മണമുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ടെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാനാവുമോ? പറ്റും സർ, ഐ ക്യാൻ ആൻഡ് ഐ വിൽ. സാറിന് എന്നെ പറ്റി അറിയില്ല. പലിശയ്ക്ക് വാങ്ങിയ 10,000 രൂപ കൊണ്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ ബിസിനസ് തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഇതുവരെ ക്രിസ്റ്റി എന്ന ക്രിസ്റ്റഫർ ഫ്രാൻസിസിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് പണമാണ് സർ. എന്റെ ആ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാ ബിസിനസിന്റെയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഞാനും എലിസബത്തും തമ്മിൽ പണത്തിന്റെ കണക്കുകൂട്ടലുകളല്ലാതെ വേറെ ബാധ്യതകളൊന്നുമില്ല. ആ ബിസിനസ്സിൽ എനിക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ എനിക്ക് അവരെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റണം. അതെന്റെ വാശിയാണ്. എനിവേ, എനിക്ക് അവരെ പറ്റി ചില കാര്യങ്ങൾ അറിയണം. മീനയുടെ മരണം, അതിനുശേഷം ജാമ്യത്തിറങ്ങിയ സ്നേഹയുടെ തിരോധാനം, ഇപ്പോഴുള്ള അവളുടെ അനിയത്തി ടീനയുടെ തിരോധാനം, എല്ലാത്തിനും എവിടെയൊക്കെ ആരെയും മൂടി വെക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. സ്നേഹ തന്നെയാണ് മീനയെ കൊന്നു എന്നുള്ള കാര്യത്തിൽ പോലും എനിക്കിപ്പോ സംശയമുണ്ട്. സാറെന്താ അങ്ങനെ പറഞ്ഞത്? തെളിവുകളെല്ലാം സ്നേഹയ്ക്കെതിരായിരുന്നില്ലേ? സൂത്രശാലിയായ ഒരു ബുദ്ധിമാന് നിഷ്പ്രയാസം മെനഞ്ഞെടുത്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ചില സാഹചര്യ തെളിവുകൾ. സ്നേഹയ്ക്കെതിരായ എവിഡൻസുകളെ പറ്റി എനിക്ക് അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ. അത് മാത്രമല്ല, സ്നേഹയല്ല മീനയുടെ മരണകാരണമെന്ന് മാറ്റിപ്പറയാനുള്ള ചില തെളിവുകൾ ഇപ്പൊ എന്റെ കൈവശമുണ്ട്. ഈ CD അടുത്തിടെ ഇന്റർനെറ്റിൽ പ്രചരിച്ച ചില മൊബൈൽ ചിത്രങ്ങളാണ്. മീനയുടെ മരണത്തിന് തൊട്ടു മുമ്പെടുത്തത്. അതിൽ അവളെ ചീറ്റ് ചെയ്ത വിരുദ്ധന്റെ രൂപവും അറിഞ്ഞോ അറിയാതെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, ഒരു ജോ. അയാളെ പറ്റി ക്രിസ്റ്റിക്ക് എന്തെങ്കിലും അറിയോ? എനിക്കൊന്നും അറിയില്ല സർ. എലിസബത്തിന്റെ ഫാമിലി കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല. എന്തായാലും ഞങ്ങളിപ്പോ ജോയുടെ പിന്നാലെയാണ്. അവനെ കിട്ടിയ എങ്ങനെ മീനെ കൊല്ലപ്പെട്ടു, അവനല്ല കൊന്നെങ്കിൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റെവിടെ എത്തി, എല്ലാത്തിനും പിന്നുള്ള സൂത്രധാരൻ ആര്, അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ഞാൻ എന്തായാലും ജോയെ പറ്റി കമ്മീഷണർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ ഒരിക്കൽ കൂടി എനിക്ക് ക്രിസ്റ്റഫറിനെ കാണേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കാൻ ഞാൻ വന്ന് കണ്ടോളാം. അപ്പോ കഥയിലെ ഒരു കൂർമ്മ ബുദ്ധിക്കാരനായ വില്ലന്റെ വേഷമാകരുത് തനിക്കെന്ന് അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്ക്.
ഇപ്പോൾ ജോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി.